പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടല്ലേ? ചേട്ടന് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏതായിരിക്കും? അത് നമ്മൾ കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നമ്മുടെ ഡേറ്റാസ് ഒക്കെ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയി നമ്മുടെ പേര് സ്പ്രിംഗ്ലർ വിവാദം. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. നമ്മുടെ മനസ്സിലൊക്കെ വരുമ്പോ അത്തരത്തിലുള്ള ചിട്ടി തട്ടിപ്പ്, അതെ, ഇങ്ങനെ ആട് കോഴി എല്ലാം ഉണ്ടാവും തട്ടിപ്പൊക്കെ. അപ്പോ അത്തരത്തിലൊന്നും അല്ലാത്തൊരു തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ നടന്നു. അത് നമ്മൾ വരെ അന്തം വിട്ടു പോകുന്ന ഒരു തരം തട്ടിപ്പാണ്. കാരണം പ്രതിരോധ വകുപ്പിന്റെ ഭൂമി അമ്മയും മോനും കൂടെ മറിച്ചങ്ങ് വിറ്റു. ഭാരതത്തിന്റെ പ്രതിരോധ വകുപ്പിന്റെ ഭൂമി അമ്മയും മോനും മറിച്ചു വിറ്റു. ആ അമ്മയുടെ മോന്റെ ഒരു എന്താ പറയാ, ആത്മവിശ്വാസം, ഗട്ട്സ് ഒക്കെ നമ്മളെ സമ്മതിച്ചു കൊടുക്കണം അല്ലെ? ശരിക്കും അങ്ങനെ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റും. നമ്മളെ രേഖയൊക്കെ ഉണ്ടാക്കി ചേട്ടാ, രേഖയൊക്കെ അങ്ങ് വിസ്തരിച്ച് ഉണ്ടാക്കി അവരങ്ങോട്ട് വിറ്റു. പക്ഷെ ഭൂമി ഇപ്പോ തിരിച്ചു പിടിച്ചു. വകുപ്പ് പ്രതിരോധ മന്ത്രാലയം അത് തിരിച്ചു പിടിച്ചു. അത് ചില്ലറ ഭൂമിയൊന്നുമല്ല, 3 യുദ്ധങ്ങളുടെ ഭാഗമായിട്ടുള്ള ഭൂമിയാണ് തിരിച്ചു പിടിച്ചത്. ഇവര് വിറ്റതെന്ന് പറയണം, എന്നിട്ടാണ് നമുക്ക് തിരിച്ചു പിടിച്ചത് പറയാൻ പറ്റുള്ളൂ. അതെ, 3 യുദ്ധങ്ങളുടെ ഭാഗമായിട്ടുള്ള ഭൂമി ഈ അമ്മയും മോനും കൂടെ ചേർന്നിട്ട് പല വിധത്തിൽ രേഖകളൊക്കെ ഉണ്ടാക്കി അതങ്ങ് കൊടുത്തു. അപ്പൊ ഇതിനെതിരെ ഒരു പരാതി വരുന്നു. ഉണ്ട്, അതുണ്ടാവും. അതെങ്ങനെയാണെന്നറിയാമോ? മറ്റൊരു ഭൂമിയെ കുറിച്ചല്ല, വ്യോമസേനയുടെ വ്യോമതാവളം ഇരുന്നിരുന്ന ഭൂമിയാണ്. അതായത് ഒരു എയർ സ്ട്രിപ്പാണ്. എയർ സ്ട്രിപ്പ് തന്നെ മറിച്ചു വിറ്റു. അതാ ഞാൻ പറഞ്ഞത്, വല്ലാത്തൊരു ഗട്ട്സ് ഉള്ള അമ്മയും മോനും ആണെന്നുള്ളത്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള സാധാരണ തട്ടിപ്പുകളിൽ നിന്ന് വ്യത്യാസമാകുന്നത് അതുകൊണ്ടാണ്. മറ്റുള്ളതൊക്കെ അങ്ങനെ അല്ലാത്ത തട്ടിപ്പല്ലേ. നമ്മൾ കൂടിപ്പോയ നമ്മുടെ നാട്ടിലിപ്പോൾ എന്തെന്നാ കരുവന്നൂർ ചിട്ടി തട്ടിപ്പ് അല്ലെ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, സഹകരണ ബാങ്ക് തട്ടിപ്പ് വരെ അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ. ഇതിപ്പോ ഇത് നടക്കുന്നത് അങ്ങ് പഞ്ചാബിലെ ഫിറോസ്പൂരിലാണ്. അപ്പൊ 97 ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നീക്കമൊക്കെ നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 3 യുദ്ധങ്ങൾ, അതായത് 1962, 1965, 71 ഈ യുദ്ധങ്ങളിലൊക്കെ ഇന്ത്യൻ വ്യോമസേന അഡ്വാൻസ്ഡ് ലാൻഡിങ്ങിനായിട്ട് ഉപയോഗിച്ചിരുന്ന എയർ സ്ട്രിപ്പ്, ആ എയർ സ്ട്രിപ്പാണ് ഇവരങ്ങോട്ട് മറിച്ചു വിറ്റത്. അതും 2ാം ലോക മഹായുദ്ധകാലത്തുള്ള എയർ സ്ട്രിപ്പാണത്. അതും കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ ഇത് മറിച്ചു വിറ്റുന്നത്. അപ്പൊ ഈ എയർ സ്ട്രിപ്പ് 97 ചില റവന്യൂ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒത്താശയോടുകൂടി, അതില്ലാണ്ട് നടക്കില്ലല്ലോ. അപ്പൊ ഈ റവന്യൂ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒത്താശയോടുകൂടി അമ്മയും മോനും കൂടെ വിറ്റു. ഈ അമ്മയുടെ പേര് ഉഷ ആൻസലൻ എന്നാണ്, മോന്റെ പേര് നവീൻ ചന്ദ്. അവരൊക്കെ ഇപ്പൊ കേസായിട്ടുണ്ട്. അപ്പൊ ഈ വിഷയം ഇങ്ങനെ വരുമ്പോ ഇത് ഇവരുടെ ഭൂമിയാണെന്ന് അവകാശവാദമാണ് ഇവർക്കുണ്ടായിരുന്നത്. ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ മരിച്ചുപോയതായിട്ട് അന്വേഷണത്തിൽ തെളിയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഞാൻ പറഞ്ഞു തരാം, അതിനെ ഉപയോഗിച്ച ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയത്. അപ്പം പഞ്ചാബ് ഹരിയാന HC, അതായത് ഹൈക്കോർട്ട് പഞ്ചാബ് വിജിലൻസ് ബ്യൂറോയുടെ ചീഫ് ഡയറക്ടറോട് ഇങ്ങനെ ഒരു ആരോപണമുണ്ട്, അന്വേഷിക്കാൻ ഉത്തരവിടുന്നുണ്ട്. അപ്പൊ ഈ ജൂൺ 20 ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു. അതായത് 97 നടന്ന പരിപാടിയാണ്. 97 നടന്ന പരിപാടി ഇങ്ങനെ നീണ്ട് പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പറയാം, ചുവപ്പ് നാടയിൽ കുടുങ്ങി എന്ന് പറയുന്നത് പോലെ പല നാളുകളായിട്ട് ഇതിന് മറിഞ്ഞു പോയി. ഒടുവിലുണ്ടായ വിഷയമാണിത്. അപ്പോൾ ഇതിന്റെ അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ വിജിലൻസ് ബ്യൂറോയുടെ ചീഫ് ഡയറക്ടർ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഇട്ടിരിക്കുന്ന FIR-ൽ പറഞ്ഞിരിക്കുന്നത് ആൾമാറാട്ടം, വഞ്ചന, സത്യസന്ധതയില്ലാതെ സ്വത്ത് കൈമാറാൻ പ്രേരിപ്പിക്കൽ, വ്യാജരേഖ, വിൽപത്രം മുതലായവ വ്യാജമായിട്ട് നിർമ്മിക്കുക, വ്യാജരേഖയോ ഇലക്ട്രോണിക്സ് രേഖയോ യഥാർത്ഥമായി ഉപയോഗിക്കുന്നത്, ക്രിമിനൽ ഗൂഢാലോചന, ഇതൊക്കെ ചേർത്തിട്ടാണ് ഈ FIR വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രാധാന്യം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രതിരോധ ഭൂമി മറിച്ചുവിറ്റു എന്നുള്ളതാണ്. പ്രതിരോധ ഭൂമി മറിച്ചുവിറ്റു. DYSP കരൺ ശർമ്മ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ ഇതൊക്കെ അന്വേഷിച്ചത്. അപ്പൊ
പാക് അതിർത്തിയോട് ചേർന്നിട്ടുള്ള പട്വാല എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ എയർ സ്ട്രിപ്പ് ഉള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായല്ലോ, ഈ ഇടപെടൽ ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം 2025 പ്രതിരോധ മന്ത്രാലയത്തിന് ഇത് തിരികെ ലഭിക്കുകയാണ്. അപ്പൊ വിജിലൻസ് അന്വേഷണത്തിൽ ഭൂമി വ്യോമസേനയുടേതാണ് എന്നുള്ളത് തിരിച്ചറിയുകയും കണ്ടെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിക്കുന്നതിന് ബ്രിട്ടീഷ് ഭരണകൂടം 1945 മാർച്ച് 12 ഏറ്റെടുത്ത ഭൂമിയാണിത്. അത് വ്യോമസേനയുടേതായിട്ട് കൈവശമായിട്ട് തുടരുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ 3 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളിൽ ഈ എയർ സ്ട്രിപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെ. അപ്പൊ ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ കാരണക്കാരനായത് ഒരു വിരമിച്ച റവന്യൂ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ പേര് നിഷാൽ സിംഗ് എന്നാണ്. അപ്പൊ 2021 ഹൽവാര എയർഫോഴ്സ് സ്റ്റേഷനിലെ കമാൻഡന്റ് അന്വേഷണം ആവശ്യപ്പെട്ട ഫിറോസ്പൂർ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് കത്തെഴുതി. അതൊന്നും ഒരു ചുക്കും നടന്നില്ല. പിന്നീട് അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് ഹർജിയുമായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ നടന്ന അന്വേഷണത്തിലാണ് ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ മദൻ മോഹൻലാലാണ്. ഈ മദൻ മോഹൻലാൽ 91 തട്ടിപ്പോയി. അത് തട്ടിപ്പോയി. പിന്നീട് പടിപടിയായിട്ട് ഈ അമ്മയും മകനും ചേർന്നുള്ള ആസൂത്രണമാണ്. പക്ഷെ അതൊരു സംശയം വെച്ചാൽ ഈ പറയുന്ന ലാൻഡ് റവന്യൂ ഉദ്യോഗസ്ഥരും കൂടെ ഇവിടെ നിന്നായിരിക്കില്ലേ ഈ പണി ഒപ്പിച്ചത്? അതെ, അത് അവരും കൂടെ ചേർന്നാണ്. അത് നമ്മൾ മുന്നേ പറഞ്ഞല്ലോ. അതെ. അപ്പൊ 97 ഇതിന്റെ ഭാഗമായിട്ട് വിൽക്കാനുള്ള രേഖകളൊക്കെ തയ്യാറാക്കി. 2009-10 കാലഘട്ടത്തിൽ സുർജിത് കൗർ, മഞ്ജിത് കൗർ, മുക്തിയാർ സിംഗ്, ജാഗിർ സിംഗ്, ദാൽ സിംഗ്, രമേഷ് കാന്ത്, രാകേഷ് കാന്ത് തുടങ്ങിയ പേരുകളൊക്കെ ഉടമകളുടേതായിട്ട് കാണിച്ചുകൊണ്ട് ഈ മുന്നാധാരം പിന്നാധാരം എന്നൊക്കെ പറഞ്ഞ കുറെ ഏർപ്പാടുണ്ടല്ലോ. അതിപ്പോ നാട് മാറിയാലും അതിൻ്റെതായ അതെ. അപ്പൊ ഈ നാട് മാറിയാലും ഇതിന്റെ പേര് മാറുന്നല്ലാതെ ഇത്തരം ഏർപ്പാടുകളൊക്കെ. അപ്പൊ പല പേരുകളായിട്ട് ഇത്തരം പേരുകളൊക്കെ കാണിച്ചിട്ട് ആണ് ഈ തട്ടിപ്പ് നടത്താൻ രേഖകൾ ഉണ്ടാക്കിയത്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കി. അപ്പൊ ഇത് ദേശീയ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാണെന്നാണ് പറയുന്നത്. ഉറപ്പായിട്ടും പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭൂമി കൈവശപ്പെടുത്തി അത് സ്വന്തമാക്കുകയും മറിച്ച് വിൽക്കുകയും കൂടി ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. നമുക്ക് ചെറിയൊരു കാര്യമായിട്ട് തള്ളാൻ പറ്റില്ല. നമ്മുടെ അപ്പുറത്ത് അയൽക്കാരൻ ഒരടി മണ്ണെടുത്തു കഴിഞ്ഞാൽ ഇവിടെ തമ്മിൽ വെട്ടും കുത്തും കൊലപാതകമാണ്. നീക്കി കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാണ്ട് മാറിയാൽ പോലും പ്രശ്നമാണ്. അതായത് ഒരു ആളുടെ ഭൂമി ആ ആള് കൈവശം വെക്കേണ്ട ആൾ തന്നെ കൈവശം വെക്കണം. ഇതിപ്പോ നമ്മുടെ പ്രതിരോധ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയുള്ള നാളുകളിലായാലും നമുക്ക് അവിടെ പല പ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ കഴിയുന്നതാണ്. അതെ, അത് നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാമല്ലോ. നമ്മൾ തന്നെ കഴിഞ്ഞിടക്കൊരു സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, ഇതുപോലൊരു എയർ സ്ട്രിപ്പ് അത് അങ്ങ് ചൈനയുടെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ അതിർത്തി പ്രദേശത്തുള്ള ഒരു എയർ സ്ട്രിപ്പ് നമ്മളത് പ്രവർത്തിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ആ കാര്യങ്ങളെല്ലാം, ആ പേര് ഞാൻ മറന്നുപോയി, നമ്മൾ സംസാരിച്ചതാണ്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ വേണ്ട നടപടിക്രമങ്ങളൊക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു ഭൂമിയാണ്. ഇതാണ് ആരുടെയും എന്താ പറയാ നോട്ടമില്ലാതെ കിടന്നതുകൊണ്ട് കണ്ടപ്പോ ഒരു ആഗ്രഹം, ചെറിയൊരു അതെ, അങ്ങനെ ഒരു ചെറിയൊരു ആഗ്രഹം തോന്നിയപ്പോ അമ്മയും മോനും കൂടെ ചെയ്യുന്നത് വല്ലാത്ത ആഗ്രഹമാണ്. അപ്പോ എന്തായാലും ഈ ഫിറോസ്പൂർ ഡെപ്യൂട്ടി കമ്മീഷണറോട് പരിശോധിക്കാനും നടപടിയെടുക്കാനും ഒക്കെ ജസ്റ്റിസ് ഹർജിത് സിംഗ് ബ്രാർ പഞ്ചാബ് വിജിലൻസ് ഡയറക്ടറോട് ആവശ്യപ്പെടുകയായിരുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് ഈ പ്രതിരോധ രംഗത്തിന്റെ അവരുടെ ഭൂമി ഈ തിരിച്ചു കിട്ടുന്നത്, പ്രതിരോധ വകുപ്പിന്റെ ഭൂമി തിരിച്ചു കിട്ടാൻ ഇടയായത്. അതിന് കാരണക്കാരനായ ആളെ സമ്മതിക്കണം. കാരണം അദ്ദേഹം നടത്തിയിട്ടുള്ള നിരന്തരമായ ഒരു പോരാട്ടമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണമെങ്കിൽ, ഒരു സതുദ്ദേശപരമായ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണമെങ്കിൽ എത്ര പേരുടെ കയ്യും കാലും എല്ലാം പിടിച്ചാലാണ് ഒരു പേപ്പർ കിട്ടുക. ഒരു പേപ്പർ ഒന്ന് അനങ്ങ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഈ മുമ്പിലിരിക്കുന്ന പേപ്പർ ചേട്ടന്റെ മുമ്പിലേക്ക് എത്തണമെങ്കിൽ എത്ര പേരുടെ കൈകാലം അല്ലേ? അതെ, അത്തരത്തിലുള്ള കാര്യമാണ്. അപ്പൊ അദ്ദേഹം അതിന്റെ പുറകെ പോവുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് വ്യോമസേനയുടെ തന്നെ ആ വ്യോമതാവളം പ്രതിരോധ മന്ത്രാലയത്തിന്
തിരിച്ചു കിട്ടി ഇടയായിട്ടുണ്ട്. തിരിച്ചു കിട്ടി ഇടയാക്കാന്ന് പറഞ്ഞാൽ അത് ശരിക്കും നല്ല അത്ര കണ്ട് അദ്ദേഹം അതിന്റെ പുറകെ തന്നെ നടന്നിട്ടുണ്ട്.